നമ്മുടെ അടുത്ത ടോപ്പിക്ക് സർക്കുലാർ മോഷൻ ആൻഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. സർക്കുലാർ മോഷൻ ആൻഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പം എന്താണ് സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സർക്കുലാർ പാത്തിൽ കൂടി ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ ബോഡി സർക്കുലാർ മോഷനിലാണ് എന്ന് പറയും. അപ്പോൾ ആ റേഡിയസ് ഉള്ള സർക്കുലാർ പാത്ത്, അതിൽ കൂടെ ഒരു ബോഡി വി വെലോസിറ്റിയോടുകൂടി മൂവ് ചെയ്താൽ ഈ ബോഡി സർക്കുലാർ മോഷനിലാണെന്ന് പറയാം. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ബോഡി യൂണിഫോം വെലോസിറ്റിയോടുകൂടി അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് വെലോസിറ്റിയോടുകൂടി സർക്കുലാർ പാത്തിൽ കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ മോഷൻ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയും. A body is said to be in uniform circular motion if it moves along a circular path with a constant speed. അതാണ് യൂണിഫോം സർക്കുലാർ മോഷൻ. നമുക്കറിയാം, ഒരു ബോഡി സർക്കുലാർ പാത്തിൽ കൂടെ മൂവ് ചെയ്യണമെങ്കിൽ നിർബന്ധമായും അതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബോഡി സർക്കുലാർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ സർക്കുലാർ പാത്തിൽ കൂടെ സർക്കുലാർ മോഷനിൽ ഒരു ബോഡി ആയിരിക്കണമെങ്കിൽ ആ ബോഡിക്ക് നിർബന്ധമായും അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ മോഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഒരു ബോഡി സർക്കുലാർ പാത്തിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ അതിന് ആക്സിലറേഷൻ ഉണ്ടാകും. ആ ആക്സിലറേഷൻ്റെ പേരാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ A = v²/r. v എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി, r എന്ന് പറയുന്നത് സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ്. ഒരു ബോഡി സർക്കുലാർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ അതിന് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടാകും. ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ A = v²/r ആണ്. v വെലോസിറ്റി ഓഫ് ദ ബോഡി, r റേഡിയസ് ഓഫ് ദ സർക്കുലാർ പാത്ത്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്സിലറേഷൻ ഈസ് directed towards the center of the circular path. Centripetal acceleration is directed towards the center of the circular path along its radius. Acceleration direction towards the center of the circular path along radius ആണ്. അപ്പോൾ ആക്സിലറേഷൻ ഉണ്ടാക്കുന്ന ഫോഴ്സ് അവിടെ ഉണ്ടാവണം. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് F = m×a, but A is equal to v²/r. So centripetal force is equal to mv²/r. ഇതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. F = mv²/r. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെയും ആക്സിലറേഷൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്. ദാറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലാർ പാത്ത് അലോങ് ദി റേഡിയസ്.